സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അറിവ് സമ്പാദിക്കാനും പ്രസരണം ചെയ്യാനും ഇസ്ലാമിൽ തനതു ശൈലിയുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പല വേദികളായിട്ട് ജ്ഞാനമീമാംസകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിയെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൗതികവാദികൾക്ക് ശാസ്ത്രം മാത്രം ജ്ഞാനമാർഗമാവുമ്പോൾ ഇസ്ലാമിന് എക്സ്പെരിമെൻ്റൽ സയൻസിനുപരിയായിട്ട് പല വിധാനങ്ങളും ജ്ഞാനം നേടിയെടുക്കാൻ ഉണ്ട് എന്ന് ദിഷണാപരമായിട്ട് തന്നെ നമുക്ക് സമർത്ഥിക്കാനാവും. തന്നെയുമല്ല, മുസ്ലിം ലോകത്ത് ജ്ഞാനം കൈമാറ്റപ്പെട്ടത് കൃത്യമായ സനദ് വഴിയാണ്. അവിടെ ഉള്ള പണ്ഡിതന്മാരെ ജ്ഞാനമാർഗങ്ങളെ, ജ്ഞാനരീതികളെ ജർഹ് തഅദീലിൻ്റെ കൃത്യമായ നിരൂപണത്തോടെ മാത്രമാണ് തലമുറകളായിട്ട് കൈമാറിപ്പോരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ആധികാരികത ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾക്കുണ്ട്. അതിനെ നമ്മൾ ഇവിടെ തിരിച്ചറിയുകയാണ്. അത് സംബന്ധമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു നല്ല ഒരു പ്രസൻറ്റേഷൻ നമ്മുടെ ഡോക്ടർ നുഐമാൻ സാഹിബ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേം കൂടി ഞാൻ കുറഞ്ഞ സമയം മാത്രം സംസാരിച്ച് ബാക്കി കുറേം കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ആലോചനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ സംസാരിച്ച് പോകലായിരിക്കും കുറേം കൂടി നല്ലത് എന്ന് കരുതുന്നു. ആദ്യമായി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ താല്പര്യം കാണിച്ച ബുഖാരി കോളേജ് ഭാരവാഹികളെ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം അതിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത് ഈസ് ദെയർ ആൻ ഇസ്ലാമിക് വേ ഓഫ് നോയിങ് എന്നുള്ളതാണ്. ഒരു കാര്യത്തെ അറിയാൻ ഇസ്ലാമികമായ ഒരു മാർഗമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഉന്നയിക്കേണ്ട ഒരു ചോദ്യം നടന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇസ്ലാമികമല്ലാത്ത കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള അറിവിൽ നിന്ന് വ്യത്യാസമാണോ? ഒരാൾ എന്താണ് ഇസ്ലാമിൽ അറിവ്? ഇസ്ലാമിൽ ഒരാൾ അറിഞ്ഞു എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ കഴിയുക? അതായത് ഒരാൾ അറിവുള്ള ആളാണ്. എപ്പോഴാണ് ഒരാൾ ഇസ്ലാമിൽ അറിവുള്ള ആളാകുന്നത്? അങ്ങനെ തുടങ്ങിയ വളരെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പറയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ കൂടി നമുക്കൊരു കുറേ കൂടി ഒരു കോൺക്രീറ്റായി ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി, നിങ്ങൾ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ബേക്കലിനടുത്ത മൗവൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ വലിയ ജുമാ മസ്ജിദിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥലം വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഫില്ലർ എടുക്കാൻ വേണ്ടി കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 13 വർഷം പഴക്കമുള്ള ഒരു മയ്യത്ത് കിട്ടുകയാണ്. താഴെ മൗവലിലെ ആമു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ. അദ്ദേഹം ഏകദേശം 2006 മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ വരികയും പിന്നെ അദ്ദേഹം ഇത് ആമു തന്നെയാണ് എന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തയിൽ ഉള്ളൊരു രസകരമായൊരു ഒരു വിവരം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം മരിച്ച സമയത്ത് മയ്യത്ത് കാണാൻ കഴിയാതെ പോയ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഉണ്ട്. ഗൾഫിൽ അന്ന് ജോലിയിലായിരുന്നു. ആ മകന് മയ്യത്ത് കാണാനുള്ളൊരു അവസരം കൂടി കിട്ടി എന്നുള്ളത്. അപ്പോൾ ഇത് സ്വാഭാവികമായും പിന്നെ എന്താ പറയുക, കാസർഗോഡ് ജില്ലയിലെ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയ
ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആൾ തന്നെ ഈ സാധനം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മയ്യത്ത് 13 വർഷത്തോളം പഴക്കമുള്ളൊരു മയ്യത്ത് കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു വലിയ കൗതുകം ആളുകൾക്കിടയിൽ ഉണ്ടാക്കും അല്ലേ? 13 വർഷം പഴക്കമുള്ളൊരു മയ്യത്ത് അതേപടി കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായ നാട്ടിലൊരു കൗതുകം ഉണ്ടാകും. അപ്പോൾ ഈ കൗതുകം പരിഹരിക്കണമല്ലോ, ഈ എക്സൈറ്റ്മെൻറ്റ്. ഹൗ വിൽ ബി എക്സ്പ്ലെയിൻ ദറ്റ് എക്സൈറ്റ്മെൻറ്റ്? അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് പല മെക്കാനിസം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭൂമിക്കടിയിലുള്ള വസ്തുക്കൾ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം അതിൻ്റെ ഉടമസ്ഥാവകാശം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. നമുക്ക് നാട്ടിൽ നിന്ന് ഒരു നിധി കിട്ടി. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ആരെ അറിയിക്കേണ്ടത്? അതിപ്പോൾ നമ്മളെ തോട്ടത്തിൽ നിന്നാണെങ്കിൽ പോലും അതിൻ്റെ ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് നടത്തുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അപ്പം ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിയൊരു അസ്വാഭാവികമായ വസ്തു എന്നുള്ള നിലയിൽ ഈ മയ്യത്തിൻ്റെ കാര്യത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു താല്പര്യമുണ്ട്. 2, ഇത് മരണവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ മരണത്തെ നമ്മൾ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യൽ മെഡിക്കൽ ടേമിലാണ് അല്ലേ? ഒരാൾ മരിച്ചു എന്ന് ആര് പറയണം? ആര് സർട്ടിഫൈ ചെയ്യണം? ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരാൾ മരിച്ചു എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ മരിച്ച ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യവകുപ്പിന് ഇതിലൊരു താല്പര്യം ഉണ്ടാകും. എന്താണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരിശോധന. 13 വർഷം അദ്ദേഹം ഭൂമിക്കടിയിൽ മരിക്കാതെ കടന്നതായിരുന്നോ എന്നുള്ളതൊക്കെ. കാരണം സയൻസിനെ സംബന്ധിച്ചിടത്തോളം സയൻസിൻ്റെതായൊരു ഡെഫിനിഷൻ ഉണ്ട് ഒരാൾ മരിച്ചു എന്നുള്ളതിന്. ആ ഡെഫിനിഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഒരാൾ മരിച്ചോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജിലെയോ മറ്റോ ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യാം. ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു സാധനം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ സയൻസിനൊരു ഡെഫിനിഷൻ ഉണ്ട് ഡെത്തിന്. ഇനിയിപ്പോൾ സയൻസ് ആ ഡെഫിനിഷൻ മാറ്റുകയാണെങ്കിലോ, എപ്പോഴെങ്കിലും ഒരു കാലത്ത് സയൻസ് മരണത്തിൻ്റെ ഡെഫിനിഷൻ മാറ്റുകയാണ്, അങ്ങനെയാകുമ്പോൾ ആളുകൾ മരിക്കാതിരിക്കുമോ? അത് വേറൊരു ചോദ്യമാണ്, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായി ഞാൻ പറഞ്ഞു വന്നത് ഈ 13 വർഷം പഴക്കമുള്ള ദ്രവിക്കാത്ത ഈ മയ്യത്തിൽ, ഈ ബോഡിയിൽ ആരോഗ്യവകുപ്പിന് ഒരു താല്പര്യമുണ്ട്, ഒരു ജിജ്ഞാസയുണ്ട് അതെന്താണെന്നുള്ളത്. മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായുള്ളതാണ്, ഇതൊരു സുരക്ഷാ പ്രശ്നം കൂടിയാണ്. പോലീസിന് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിൽ ചില താല്പര്യങ്ങളുണ്ട്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കി ഈ ജിജ്ഞാസ പരിഹരിക്കാൻ, ആളുകൾക്കുള്ള ഈ ജിജ്ഞാസ പരിഹരിക്കാൻ. മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നമ്മൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങളുണ്ടാകും. കാരണം ഇത് നേരത്തെ മരണപ്പെട്ടതായിരുന്നോ, ഇനി മരണപ്പെട്ടതായിരുന്നെങ്കിൽ ഇതിനെങ്ങനെയായിരുന്നു മറവ് ചെയ്തത്, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നോ, അപ്പോൾ എംബാം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മൾ ബോഡി നൂറ്റാണ്ടുകളോളം സൂക്ഷിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പം ഒന്ന് ലോകത്ത് നിലവിലുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും കെമിക്കൽസ് ശരീരത്തിൽ അടിച്ചു കയറ്റിയത് കൊണ്ടാണോ ഈ ശരീരം ഇത്രയും കാലം ഇങ്ങനെ ദ്രവിക്കാതെ നിന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. മറ്റൊരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് നമ്മളെ മണ്ണ് പരിശോധന വിഭാഗമാണ്. കാരണം നമുക്ക് ഒരു സാധാരണഗതിയിൽ മണ്ണിൽ ഒരു ശരീരം വെച്ചാൽ ആ ശരീരം ദ്രവിക്കേണ്ടതാണ്. അപ്പം ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇത് ദ്രവിച്ചില്ലെങ്കിൽ അതിനർത്ഥം അവിടുത്തെ മണ്ണിനെന്തോ പ്രത്യേകത ഉണ്ട് എന്നാണോ? കാരണം അവിടുത്തെ മണ്ണിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കുമോ ഈ മയ്യത്ത് ഇത്രയും കാലം അവിടെ ദ്രവിക്കാതെ പോയത്? അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ജിജ്ഞാസകൾ. അങ്ങനെ ഈ ജിജ്ഞാസകൾ പരിഹരിക്കാൻ വേണ്ടി ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും വരികയാണ്. അപ്പോൾ മണ്ണ് പരിശോധനക്കാർ വന്ന് നോക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുകയാണ്, അല്ല ഇതേപോലെ തന്നെ ഇതേ കെമിക്കൽ കോമ്പോസിഷനുള്ള മണ്ണിലുള്ള തൊട്ടടുത്ത ശരീരങ്ങൾ എന്തായിട്ടുണ്ട്,
ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പം അത് ഇതിൻ്റെ മണ്ണിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അല്ല. വെൻ യു കനോട്ട് എക്സ്പ്ലെയിൻ ദിസ് എക്സൈറ്റ്മെൻറ്റ് ബൈ പോയിൻറ്റിങ് ഔട്ട് അറ്റ് ദി പിന്നെ എന്താ പറയുക, ഈ മണ്ണിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ വെച്ചുകൊണ്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇനി പിന്നെ ആരോഗ്യവകുപ്പ് എൻ്റെ സംശയങ്ങൾ അവരിങ്ങനെ പല ചോദ്യങ്ങളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് മരണപ്പെട്ടതാണ്, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത മൃതദേഹമാണ്, ഇത് പിന്നെ കെമിക്കൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രത്യേകമായി കഴിയുന്നില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വേറെ തരത്തിലുള്ളൊരു പരിശോധനക്കൊന്നും സാധ്യതയില്ലെങ്കിൽ പോലും they have all failed in explaining this excitement generated, this body has generated. മനസ്സിലായില്ലേ? പക്ഷേ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അല്ല, ഈ പിന്നെ കാരണം ഇറ്റ് ഡിമാൻഡ്സ് ആൻ എക്സ്പ്ലനേഷൻ അല്ലേ? ആ ബോഡി ബൈ ബീങ് ദെയർ in such a form, that body itself demands for an explanation അല്ലേ? പിന്നെ എന്നെ നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ആ ബോഡി നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ മയ്യത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഈ മയ്യത്തിൻ്റെ ഇങ്ങനെയുള്ളൊരവസ്ഥയെ 13 വർഷത്തിന് ശേഷവും ദ്രവിക്കാതെ മണ്ണിനോട് ചേരാതെ കിടന്ന ഈ അവസ്ഥയെ നമ്മളെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? അപ്പോഴാണ് നമ്മൾ അവിടെയുള്ള ആളുകളോട് സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്താ, ഈ മനുഷ്യൻ ഈ ആമു എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ ജീവിതകാലത്ത് ചെയ്ത ഒരുപാട് നന്മകളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്നു, ധാരാളം സ്വലാത്ത് ചെല്ലുന്ന ഒരാളായിരുന്നു, ഒരാളെയും ദ്രോഹിക്കാത്ത ഒരാളായിരുന്നു എന്ന് തുടങ്ങിയുള്ള കുറേ വിശദീകരണങ്ങൾ. ഈ മയ്യത്തിനെ ആ ഖബർസ്ഥാനിലെ മറ്റു മയ്യത്തുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു വിശേഷണം എന്ന് പറയുന്നത് ഇത്തരം വിശദീകരണങ്ങളാണ്. ഇദ്ദേഹം ജീവിതകാലത്ത് ചെയ്ത നന്മകളാണ്. അല്ലാതെ മറ്റൊരു വ്യത്യാസവും മറ്റു ബോഡികളിൽ നിന്ന് ഈ മയ്യത്തിന് ഇല്ല. അപ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്ത് ചെയ്ത നന്മകൾ കാരണം, ഒരാൾ ജീവിതകാലത്ത് ചെയ്ത നന്മകൾ കാരണം അയാൾ മരണാനന്തര ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതത്തിൽ അദ്ദേഹം മണ്ണിനോട് ലയിക്കാതെ ദ്രവിക്കാതെ നിൽക്കും എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയുക? കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞതിനൊന്നും ഈ മയ്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ മയ്യത്തിനെ മാത്രം വ്യത്യസ്തമാക്കുന്ന വിശേഷണങ്ങൾ മറ്റ് ഒരു അന്വേഷണങ്ങളിലും നമുക്ക് കണ്ടെത്താനും കഴിയുന്നില്ല. ആകെയുള്ള വിശേഷണം എന്ന് പറയുന്നത് ഈ മനുഷ്യനെക്കുറിച്ച്, ഈ മനുഷ്യൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളും സഹോദരങ്ങളും കുടുംബക്കാരുമായി ജീവിച്ച ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്ന നന്മകളാണ് അല്ലേ? Will that explain this body sufficiently? I am asking you. Or else we should be, എന്താ പറയുക, നമ്മൾ വേറൊരു വഴിയിലൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം.
ഈ അവസ്ഥയെ. അപ്പം ഈ മയ്യത്തുകളുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ബംഗാളിൽ പിന്നെ ഒരു മരണം നടക്കുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റീൻ്റെ ലീഡറാണ്. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നാണ് മരിക്കുന്നത്. അപ്പം മരണപ്പെട്ട ഉടനെ ഡോക്ടർമാർ പിന്നെ എന്ത് ചെയ്യാണ്, സർട്ടിഫൈ ചെയ്യുന്നു ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ പറഞ്ഞു ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞല്ല മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ പറയുന്നത് ഇദ്ദേഹം ഒരു നിർവ്വാണ എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ലേറ്റർ ഹി വിൽ കം ബാക്ക് ടു ലൈഫ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ മയ്യത്തിനെ, ഈ ഡെഡ് ബോഡിയെ സംസ്കരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഈ ബോഡിയെ ഇവരുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ കീപ്പ് ചെയ്തു. ഒരാഴ്ചയെങ്ങാനും കഴിഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഒരാളിപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക, പ്രത്യേകിച്ച് അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബംഗാൾ സർക്കാർ ഒരു ഹൈ പവർ മെഡിക്കൽ കമ്മീഷനെ നിയമിക്കുകയാണ്. എന്തിന് ഇയാൾ മരിച്ചോ നോക്കാൻ വേണ്ടി. ഓൾറെഡി അവിടുത്തെ മെഡിക്കൽ കോളേജ് മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത ആൾ മരിച്ചോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ബംഗാളിലെ പിന്നെ സർക്കാർ ഒരു ഹൈ പവർ മെഡിക്കൽ കമ്മീഷനെ നിയമിക്കുന്നു. അപ്പോൾ അതിനെതിരെ അവിടെ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ഈ ഡോക്ടർമാരുടെ IMA എന്ന് പറയുന്ന സംഘടനയൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഒരിക്കൽ മരിച്ച ശരീരത്തെ വീണ്ടും മരിച്ചു എന്ന് പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞു വലിയ തർക്കങ്ങൾ. അപ്പോൾ അവരും സർട്ടിഫൈ ചെയ്യുന്നു എന്ത്, ഹീസ് ഡെഡ്. പക്ഷെ ദേ വർ നോട്ട് റെഡി. ഹീസ് ഇൻ നിർവാണ, ഹി വിൽ കം ബാക്ക് ടു ലൈഫ്. അങ്ങനെ പിന്നെ അത് ബംഗാളിൽ അതൊരു ഇലക്ഷൻ സമയമായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുമായി സംസാരിക്കാൻ വേണ്ടി അവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രീനെ നിയമിക്കുന്നുണ്ട്. ബട്ട് ദേ വർ നോട്ട് റെഡി. അവസാനം 54 ദിവസം കാലം കഴിഞ്ഞ ശേഷമാണ് ഒരു പോലീസ് ആക്ഷനിലൂടെയാണ് ഈ ഡെഡ് ബോഡി പിന്നെ പോലീസ് റിക്കവർ ചെയ്ത് എന്ത് ചെയ്യുന്നത്, മറവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കുറേ കൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ അല്ലേ. ഇവിടെ അതേപോലെ അങ്ങനെയുള്ളൊരു വാദമല്ല പിന്നെ ഈ മയ്യത്തിൻ്റെ കാര്യത്തിൽ ഉയർത്തപ്പെടുന്നു. ഈ മയ്യത്ത് വേറെ തരത്തിലുള്ളൊരു എക്സ്പ്ലനേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു അൺയൂഷ്വൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. ആ അൺയൂഷ്വൽ സ്റ്റാറ്റസിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓർ ക്യാൻ വി കോൾ ദാറ്റ് പിന്നെ എന്താ പറയുക, ആ സിറ്റുവേഷനെ ഇതിനെയാണോ നമുക്ക് ഈ മയ്യത്തിനെ അറിയാനുള്ള വഴിയെയാണോ നമ്മൾ ഇസ്ലാമിക് വേ ഓഫ് നോയിങ് എന്ന് നമുക്ക് വിളിക്കാവുന്നത്? ഇസ്ലാമിലൂടെ മാത്രമേ ആ മയ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇസ്ലാമിലൂടെ മാത്രമേ കഴിയുള്ളൂ. ഇസ്ലാമിക് വേ ഓഫ് നോയിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ മയ്യത്തിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണോ? മനസ്സിലായോ? അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഇതിന് സമാനമായ പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെറുവാടിയിൽ ഒരു ഖബർ നീണ്ടൊരു വിവാദം ഉണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏഴിമല ഉസ്താദ് എന്നറിയപ്പെടുന്ന വലിയ മഹാപണ്ഡിതനായിട്ടുള്ള ഒരാളുടെ ഖബർ നീണ്ടു എന്നൊരു സംഭവം. അപ്പോൾ ഖബർ നീണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര സംശയങ്ങളായി. പിന്നെ ഇത് മുകളിൽ ഖബറിന് നീളം കൂട്ടിയതാണോ അല്ല അടിയിൽ തന്നെ ഖബർ നീണ്ടതാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിവാദികളായ ചില മക്കൾ പറയുന്നു അല്ല നമുക്ക് പിന്നെ അടിവരെ മാന്തി നോക്കണം, കാരണം നിങ്ങൾ മുകളിൽ മണ്ണിട്ടതാണോ എന്ന് നമ്മളെങ്ങനെ അറിയുക എന്നൊക്കെ. പിന്നെ ഒരു രസകരമായൊരു സംഭവം ഉണ്ടായത്, നജ്മൽ ബാബു എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണം യഥാർത്ഥത്തിൽ നമുക്ക് കുറേ അർത്ഥത്തിൽ
നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിപ്പിക്കുന്നതാണ്. കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, യുക്തിവാദികളായ ആളുകൾ വളരെ ബലം പ്രയോഗിച്ച് ആ മയ്യത്ത് പിന്നെ എന്തു ചെയ്യാണ്, കത്തിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി. അതേസമയം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മറവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് അതിന് കഴിയാതെ പോവുകയും ചെയ്തു. അപ്പോൾ യുക്തിവാദികൾക്ക് എന്തിനിപ്പോൾ ഇത്ര വാശി ഒരു മയ്യത്തിനോട് കത്തിക്കണം എന്നൊക്കെ? അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ സത്യത്തിൽ പിന്നെ മരണാനന്തര ജീവിതത്തോടുള്ള യുക്തിവാദികളുടെ ഒരു പിന്നെ മരിച്ചാൽ പിന്നെ എന്തായാലും എന്താ എന്നുള്ളതായിരിക്കണമല്ലോ ഓരോരു പൊസിഷൻ. ഓരെ സംബന്ധിച്ചിടത്തോളം കത്തിക്കലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വെക്കലും ഇനിയല്ല, എല്ലാ മതാചാരങ്ങൾ പ്രകാരം കത്തിക്കലും അല്ല കബറടക്കലും ഒക്കെ ഈക്വലായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വാശിയാണിത്, പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ ആർ ദ സ്റ്റാർട്ടിങ് ടു എൻഗേജ് വിത്ത് ലൈഫ് ഹിയർ ആഫ്റ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ അത് പറഞ്ഞൊരു പരാതി, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത സമയത്ത് അന്ന് അനുസ്മരണത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും പറയുണ്ടായി, ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ മയ്യത്തിനെ യുക്തിവാദികൾ തട്ടിയെടുത്തു എന്നുള്ളതിൻ്റെ അകത്തുള്ള വലിയ പക്ഷമാണ്. അപ്പോൾ ആ പരിപാടിയിൽ നമ്മുടെ ഈ അടുത്ത് മരണപ്പെട്ട CP ജലീലില്ലേ വയനാട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് CP റഷീദ്. അപ്പോൾ റഷീദ് പറഞ്ഞു, റഷീദിൻ്റെ ഉപ്പ മരണപ്പെട്ടത്രേ. അപ്പോൾ റഷീദിൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ വീട്ടിൽ ഒരു മൗലൂദൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ റഷീദിൻ്റെ കുറേ കുടുംബക്കാർ വന്നില്ല. അപ്പം റഷീദ് പറഞ്ഞു, അവരിങ്ങനെ മുജാഹിദുകളാണ്, മൗലൂദിന് ഞങ്ങൾ വരൂല എന്നൊക്കെ പറഞ്ഞ് ഇതായി. അപ്പോൾ റഷീദ് എന്നായി ഒരു ചോദ്യം ചോദിച്ചു ആ സദസ്സിന്. റഷീദ് ചോദിച്ച ചോദ്യം സത്യത്തിൽ പിന്നെ നജ്മൽ ബാബുവിൻ്റെ മയ്യത്തിനോട് യുക്തിവാദികൾ ചെയ്ത കാര്യങ്ങൾ തന്നെയല്ലേ പലപ്പോഴും സുന്നികളായ രക്ഷിതാക്കളോട് അവരുടെ മുജാഹിദുകളും ജമാഅത്തുകാരായിട്ടുള്ള മക്കളും ചെയ്യാറുള്ളത്. അപ്പോൾ സുന്നിയായ ഒരു രക്ഷിതാവിൻ്റെ പിന്നെ ജീവിതാഭിലാഷങ്ങൾക്കനുസരിച്ചുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ദിക്റ്, അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു മൗലിദ്, ദുആ, പിന്നെ ഇതൊക്കെ കൊടുക്കലുണ്ടോ എന്നുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും, അപ്പോൾ റഷീദ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ യുക്തിവാദികളാ എന്ത് ചെയ്യണ്ട, വല്ലാതെ കുറ്റപ്പെടുത്തണ്ട, മതത്തിനകത്തെ യുക്തിവാദികളും സമാനമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്ന്. അത് വേറൊരു കാര്യം സാന്ദർഭികമായി പറഞ്ഞു മാത്രം. അപ്പോൾ പിന്നെ നമ്മളാ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ, അപ്പോൾ ഈസ് ദാറ്റ് പിന്നെ വേ ഓഫ് നോയിങ് ദിസ് ഡെഡ് ബോഡി? ഇസ്ലാമിന് ആ ഡെഡ് ബോഡിയെ സഫീഷ്യൻ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം അതല്ലാത്തൊരു എക്സ്പ്ലനേഷൻ അവിടെ എന്തില്ല, നിലനിൽക്കുന്നില്ല. ഈവൻ ഇനിയിപ്പോൾ നിലനിൽക്കാത്തത് കൊണ്ട് മാത്രം, അങ്ങനെ ഒരു വേറുള്ള എക്സ്പ്ലനേഷൻ നിലനിൽക്കാത്തത് കൊണ്ട് മാത്രം നിലനിൽക്കുന്നതായിരിക്കുമോ ഈ നമ്മളീ പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു പിന്നെ ഡെഡ് ബോഡിയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ? നമ്മൾ ഇൻവിസിബിളായിട്ടുള്ള കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ്റെ പ്രബോധനത്തിൻ്റെ തുടക്കകാലത്ത് പറഞ്ഞ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെറ്റഫർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പ്രബോധനം നടത്തിയതിനെ കുറിച്ച് നമ്മൾ കേട്ടൊരു കഥ എന്താണെന്ന് വെച്ചാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്നു, എന്നിട്ട് അവരോട് പറയാണ്, എന്താണ്, ഈ മലയുടെ പുറകിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളതാണ്. വളരെ ഇൻവിസിബിളായിട്ടുള്ളൊരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ്റെ പ്രബോധനം തന്നെ ആരംഭിക്കുന്നത്, അല്ലേ? നമുക്ക് കണ്ടു മാത്രം ശീലിച്ച ആളുകൾ, കൺമുമ്പിൽ കണ്ടാൽ മാത്രം വിശ്വസിച്ചിരുന്ന ആളുകളോടാണ്, അല്ലേ? അവരുടെ കാലത്ത് മക്കയിലുണ്ടായിരുന്ന ദൈവങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ്, വിസിബിളായിരുന്നു. പക്ഷേ റസൂൽ എന്താണ് പറഞ്ഞത്? റസൂൽ ആദ്യമായിട്ടൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള, തൻ്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ തന്നെ തുടങ്ങുന്നത്, അല്ലേ? ഇത്
ഖുർആൻ വന്നത് എനിക്ക് ജിബ്രീൽ പറഞ്ഞു തന്നതാണ് അല്ലേ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ഈ വചനങ്ങളെല്ലാം എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തന്നതാണ് എന്നൊക്കെ സഹാബികളോട് പറയാണ്, അനുചരന്മാരോട് അല്ലെങ്കിൽ മക്ക നിവാസികളോട് പറയാണ്. അപ്പം ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ മലയുടെ പുറകിൽ നിന്ന് ഇങ്ങനെ ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞെന്താ, വി വിൽ ബിലീവ് യു ബിക്കോസ് എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾ ഇതുവരെ ഒരു കളവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇനിയും ഞങ്ങളോട് കളവ് പറയില്ല എന്നുള്ളതിൻ്റെ തെളിവ്. മനസ്സിലായില്ലേ? നമ്മളോട് നമ്മളുടെ ഉസ്താദുമാർ പറയുന്നൊരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഇക്കാര്യത്തിലല്ല, നമ്മളോട് പറയുന്ന ഇക്കാര്യത്തിലല്ല. ഇതിൻ്റെ മുമ്പ് ആളുകളോട് പറഞ്ഞ കാര്യങ്ങളിലൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, വസ്തുതാപരമായ ഒരു കാര്യവും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻവിസിബിളായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം പിന്നെ ഈ ഇൻവിസിബിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഒരു വളരെ സെൻട്രലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇൻവിസിബിളായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. അപ്പോൾ ആ ഇൻവിസിബിലിറ്റിയെ നമ്മൾ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുക? മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇസ്ലാമിൽ സ്വപ്നങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടാൽ അത് ജീവിതത്തിൽ റസൂലുള്ളാഹിനെ പിന്നെ നേരിട്ട് കണ്ടതുപോലെ തന്നെയാണ് അല്ലേ? അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ വിശ്വാസം അല്ലേ? ഇപ്പോൾ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. ഇന്ത്യയിലെ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ആ സ്വപ്നത്തിൻ്റെ ബാക്കി പത്രമാണ്. ഖാജ മുഈനുദ്ദീൻ ചിശ്തി അന്ന് കണ്ട സ്വപ്നമാണ് നമ്മളൊക്കെ കാണുന്ന, നമുക്ക് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ശരീരങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുന്നത് എന്താണ്? ആ സ്വപ്നത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ്. നമുക്കൊരു സ്വപ്നം എങ്ങനെയാണ്, ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതല്ല, ആ സ്വപ്നം തന്നെ യാഥാർത്ഥ്യമാണ്. നമ്മൾ സാധാരണ പറയല് സ്വപ്നം അല്ല, ആ സ്വപ്നം യഥാർത്ഥമായതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ പോകണം, ഇന്ത്യയിൽ പ്രബോധനം ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ പറയുന്നത് കൊണ്ടാണ് ആരും ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലേ? അപ്പം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ആളുകളും അല്ലേ? അപ്പോൾ ഒരു ആലിമായ ഒരാൾ കാണുന്ന സ്വപ്നം, ഇനിയിപ്പോൾ നമ്മളെന്താ പറയുക, പകരം ഉസ്താദ് സ്വപ്നം കാണുകയാണ് പിന്നെ. അപ്പോൾ നമ്മൾ പല ആളുകൾക്കും എന്ത് ചെയ്യാണ്, ഭയങ്കര പിന്നെ എന്താണത് എന്നൊക്കെയുള്ള സംശയം വരിക. എന്താണ് ഒരു ആലിമ കാണുന്ന സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ് ഇസ്ലാമിൽ? അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ് അല്ലേ? ഒരർത്ഥത്തിൽ പിന്നെ ആലിമീങ്ങളായ ആളുകൾ, സജ്ജനങ്ങളായ ആളുകൾ കാണുന്ന സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഈ മതത്തെ തന്നെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കൺമുമ്പിൽ കാണാത്ത കാര്യങ്ങൾ എന്നുള്ളത് വളരെ സെൻട്രലായിട്ടുള്ള നമ്മളുടെ ഒരു ഇസ്ലാമിൻ്റെ ജ്ഞാനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ഇൻവിസിബിലിറ്റിയാണ് അല്ലേ? അപ്പം ഈ ഇൻവിസിബിലിറ്റിയെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, നമ്മളെങ്ങനെയാണ് ആളുകളോട് പറയുക? അല്ലാതെ ഈ ഇൻവിസിബിലിറ്റിയെ കുറിച്ച് പറയാതെ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കഴിയുമോ? അപ്പം നമ്മൾ പല ആളുകളും യൂണിവേഴ്സിറ്റികളിലൊക്കെ ഗവേഷണം നടത്തുന്ന ആളുകളാണ്. നമ്മൾ പോകാറുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ സോഷ്യോളജി പോകും, പിന്നെ ആന്ത്രപ്പോളജിയിൽ പോകും, പൊളിറ്റിക്കൽ സയൻസിൽ പോകും. നിങ്ങൾ പല ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നുണ്ടാവുക. എങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പഠിക്കുക? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം എംപെരിക്കലാവണം അല്ലേ?
എല്ലാം വളരെ കോൺക്രീറ്റ് ആവണം. ഈ അതേസമയം നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലോ, ഇപ്പോൾ കൊണ്ടോട്ടിയിൽ ഫീൽഡ് വർക്ക് നടത്തുന്ന ഒരാൾ, നിങ്ങൾ ഒരാളോട് പോയി സംസാരിക്കുന്നു, കൊണ്ടോട്ടിയിലുള്ളൊരു മുസ്ലിമിനോട് സംസാരിക്കുന്നു. അപ്പം ആദ്യം തന്നെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. വഅലൈക്കും അസ്സലാം. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇറ്റ് സെൽഫ് ഇറ്റ് ഹാസ് ബിക്കം എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 3 people. അല്ലേ? യു, ദ റിസർച്ചർ, നിങ്ങളുടെ ഇൻ്റർലൊക്യൂട്ടർ, ആൻഡ് ഹു ഇസ് ദാറ്റ് തേർഡ് പേഴ്സൺ? അല്ലാഹ്. അല്ലേ? മൂന്നാമത്തെ ആൾ നമ്മൾ ആ മൊമെൻറ്റിൽ ഇൻവോക്ക് ചെയ്തു അല്ലേ? കാരണം അയാൾ ത്രൂ ഔട്ട് ദ കോൺവെർസേഷൻ ഹി വുഡ് സേ ഇൻഷാ അല്ലാഹ്. കാരണം അള്ളാഹുവിനെ എൻഗേജ് ചെയ്യാതെ നിങ്ങൾക്ക് പിന്നെ ആ കോൺവെർസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റൂല. ചിലപ്പം കൊണ്ടോട്ടിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞ് മൂന്നാമത്തേന് ചിലപ്പം മമ്പറും തങ്ങളെ വിളിക്കും. അപ്പം നമുക്ക് വേറൊരാളെ എൻഗേജ് ചെയ്യണം, മമ്പറും തങ്ങളെ എൻഗേജ് ചെയ്യണം. അടുത്ത മൊമെൻറ്റിൽ പിന്നെ ബദരീങ്ങളെ വിളിക്കും, ഓമാനൂർ ശുഹദാക്കളെ വിളിക്കും. ഇവരൊന്നും നമ്മളെ മുമ്പിലുള്ള ആളുകളല്ലല്ലോ, ആണോ? അല്ല. അപ്പം നിങ്ങൾ സംസാരിക്കുന്ന ആൾ ട്രൂലി ബിലീവ് ദാറ്റ് ഇവരൊക്കെ ഇവരുടെ പറയുന്ന ആളുടെ ജീവിതത്തെ കനത്ത തോതിൽ സ്വാധീനിക്കുന്ന അവസ്ഥകളാണിതല്ല. അള്ളാഹു, പിന്നെ മമ്പുറന്തങ്ങൾ, ഓമാനൂർ ഷുഹദാക്കൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ. അപ്പം ഇവരെക്കുറിച്ചൊന്നും പറയാതെ നിങ്ങൾക്ക് നിങ്ങളെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതേസമയം ഇവരൊക്കെ ഇൻവിസിബിളാണ് താൻ. ഞാനൊരു രസകരമായൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സംസാരത്തിലേക്ക് കിടക്കും. എൻ്റെ നാട്ടിൽ വളരെ മുമ്പ് 1970 തോന്നുന്നു, വളരെ പ്രമാദമായൊരു കേസ് ഉണ്ടാകുന്നുണ്ട്. മുത്താറി കേസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ മുത്താറി കേസിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, വയനാട്ടിലെ മുസ്ലിങ്ങളും പിന്നെ കുറിച്യ വിഭാഗവും തമ്മിലുള്ള മുത്താറി കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടന്നൊരു ഒരു തർക്കമായിരുന്നു. ആ തർക്കം പിന്നീട് വലിയ സംഘർഷത്തിലേക്കെത്തി. അങ്ങനെ പിന്നെ കുറിച്യമാർ അമ്പ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ ഖാദിരിയ തരീക്കത്തിൻ്റെ പിന്നെ അതിൽ ബന്ധമുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു. യാ ശൈഖ് മുഹീദ്ദീനെ വിളിക്കുകയും പറയുന്നത്, ഒരു കുതിരപ്പുറത്ത് ഒരാൾ വരികയും പിന്നെ എന്താ പറയുക, അതിലൂടെ കടന്നു പോവുകയും ആളുകളൊക്കെ, ശത്രുക്കളായിട്ടുള്ള ആളുകളൊക്കെ വെട്ടിമാറ്റുകയും അദ്ദേഹം മറിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ പോലീസ് വന്ന് കേസെടുത്തു. കേസെടുത്തപ്പോൾ കുറിച്യന്മാർ കേസ് കൊടുക്കുന്നത് ആരുടെ പേരിലാണ്? മുഹീദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് കേസ്. FIR, ആ കേസിൻ്റെ FIR തന്നെ മുഹീദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ്. കാരണം ഓരെ വെട്ടിയത് മുഹീദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വളരെ നീണ്ട വാദങ്ങൾക്ക് ശേഷം അവസാനം ഹൈക്കോടതിയും, തലശ്ശേരി കോടതിയിലായിരുന്നു കേസ്. തലശ്ശേരി കോടതിയിൽ നിന്ന് കേസ് പിന്നീട് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി തെളിവില്ലാതെ പറഞ്ഞാൽ ആ കേസ് തള്ളുകയാണ് ചെയ്യുന്നത്. നോക്ക്, ഇതെന്താണ് സംഭവം? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ. ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾക്ക് മിറാജ് ആയിരുന്നു അല്ലേ? ഇസ്രാ മിറാജ് ആയിരുന്നു. റസൂലുള്ളാഹിൻ്റെ ഏറ്റവും വലിയ കറാമത്താണ്, അല്ല മുഅ്ജിസത്താണ്. വളരെ എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക്, അല്ല ജെറൂസലമിലേക്ക് പോയി അവിടുന്ന് 7 ആകാശത്തിലേക്ക് കടക്കുക എന്നുള്ളത്. അല്ല, ഇസ്ലാമിൻ്റെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിനെ ഡിഫൈൻ ചെയ്തൊരു കീ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇസ്രാ മിഅ്റാജ് ആയിരുന്നു. കാരണം ഇസ്രാ മിഅ്റാജോടുകൂടി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, യുക്തിവാദികളായ ആളുകൾ മുഴുവൻ ഇസ്ലാമിൽ നിന്ന് ഒരു അരിപ്പയായിരുന്നു ഇസ്രാ മിഅ്റാജ് അല്ലേ? യുക്തിവാദികളായ ആളുകൾ മുഴുവൻ ഇതിൻ്റെ അകത്ത് നിന്ന് വിട്ടുപോയി. കാരണം അതുവരെ ഇത് ഭയങ്കര യുക്തിയുള്ള മതമാണ് എന്നൊക്കെ ഉള്ള ധാരണയിൽ ഇതിൻ്റെ കൂടെ നിന്ന ആളുകളൊക്കെ അതോടുകൂടി പോവുകയാണ്. അപ്പോൾ കാരണം എന്താണ്?
ഇത് ഇമ്പോസിബിളാണ്, ഇത് സംഭവിക്കില്ലല്ലോ. അങ്ങനെ അപ്പോഴാണ് ഖുർആനിൽ ആയത്തിറങ്ങുന്നത്, നിങ്ങൾ അനുഭവജ്ഞാനിയായ പ്രവാചകനെയാണോ അനുമാനജ്ഞാനികളായ നിങ്ങൾ എന്താക്കുന്നത്, പിന്നെ കള്ളം പറയുന്നവനാക്കുന്നത്. കാരണം റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജ് എന്താണ്, ഇസ്രാ മിഅ്റാജ് എന്താണ്? റസൂൽ ആക്ച്വലി അനുഭവിച്ച. ഇനിയിപ്പോൾ നമ്മളെത്ര നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോൾ എത്ര നിഷേധിച്ചാലും മിഅ്റാജ് ഇല്ലാതെയാവോ? കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് അനുഭവിച്ച് കഴിഞ്ഞതാണ്. മനസ്സിലായില്ല? ഞങ്ങൾക്കൊന്ന് ആ ഇസ്ലാമിൻ്റെ ആ ചോദ്യം, ഖുർആൻ്റെ ആ ചോദ്യം, ഇസ്രാ മിഅ്റാജിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇസ്ലാമിൻ്റെ ആ ചോദ്യം ഭയങ്കര ഇംപ്ലിക്കേഷനുള്ളൊരു ചോദ്യമാണ്. നമ്മൾ സോഷ്യൽ സയൻസിൽ ഞാനിതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. പലപ്പോഴും റിസർച്ച് മെത്തഡോളജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുള്ളൊരു ഉദാഹരണമാണ്, നമ്മൾ സോഷ്യൽ സയൻസിൽ ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് അല്ലേ, നമുക്ക് ഹൈപ്പോത്തിസിസ് വേണം, അനുമാനം വേണം അല്ലേ. ആ അനുമാനത്തെയാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്, വെല്ലുവിളിക്കുന്നത് അല്ലേ. നിങ്ങൾ അനുമാനജ്ഞാനികളാണ് നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അനുഭവജ്ഞാനിയാണ്. ഞാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? ഇപ്പം നമ്മൾ ഈ ഇസ്ലാമിൻ്റെ കേരളത്തിലേക്കുള്ള വളർച്ചയെക്കുറിച്ചും വരവിനെക്കുറിച്ചും അതിൻ്റെ വ്യാപനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കറാമത്തുകളുണ്ട് അല്ലേ. നമ്മൾ പിന്നെ മെമ്പർ തങ്ങളുടെ കറാമത്തിനെ കുറിച്ച് പറയും. ഇനിയിപ്പോൾ കുറേ കൂടി ഇപ്പം നമ്മുടെ തൊട്ടടുത്ത തലമുറയോട് ഏറ്റവും ചേർന്ന് നിന്ന ഒരാളാണ് മഹാനായ CM വലിയുള്ളാഹി ഖുദ്ദസല്ലാഹു അലൈഹി. ഈ കമ്മ്യൂണിറ്റി എങ്ങനെ സാധ്യമാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച മഹാനാണ് CM വലിയുള്ളാഹിൻ്റെ കറാമത്തുകൾ. ഇതെങ്ങനെയാണ് നമ്മൾ ആളുകളോടും മൂന്നാമതൊരാളോട് പറയുക? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും എത്തിപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ ലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു കുറേ കാലം നമ്മുടെ ഗവേഷണങ്ങൾ. മനസ്സിലായില്ല? അതായത് മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചുള്ളതായിരുന്നു കുറേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വിചാരിച്ചാൽ കുറേ കടലിനെ കുറിച്ചായി പറയാൻ തുടങ്ങി. ഇപ്പം നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇപ്പോൾ സമീപകാലത്ത് വരുന്ന വർക്കുകൾ മുഴുവൻ എന്താണ്, ഇന്ത്യൻ ഓഷ്യൻ അതിനെക്കുറിച്ചാണ് അല്ലേ. ഇപ്പം മൺസൂൺ ഇസ്ലാം പറയുന്നത് വെച്ചാൽ അല്ലേ, പിന്നെ ഈ കടലിൻ്റെ ഗതിയാണ്, മൺസൂൺ കാലത്തെ കടലിൻ്റെ സ്വഭാവമാണ് ഇസ്ലാമിനെ കേരളത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെയുള്ള വാദങ്ങൾ അങ്ങനെ തുടങ്ങി. ഇന്ത്യൻ ഓഷ്യൻ. ഇനിയിപ്പോൾ കര കഴിഞ്ഞു, കടലും കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ഉള്ളത്? കരയും കടലും കഴിഞ്ഞാൽ പിന്നെന്താ? എന്താണ്? ആകാശമാണ്. ഇനി നമ്മൾ ആകാശത്തിലേക്കാണ് പോകേണ്ടത് അല്ലേ. അതായിരിക്കും ഒരുപക്ഷെ പിന്നെ ഇസ്ലാമിക പഠനങ്ങളുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, അള്ളാഹുവിനെ വിശദീകരിക്കേണ്ടി വരും. കാരണം ഈ മതം എന്താണ്? ഈ മതം വളരെ സമവിയായ മതമാണ് അല്ലേ. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന മതമാണ്. അപ്പോൾ ഈ മതത്തെ കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകാശത്തെ മനസ്സിലാക്കണം അല്ലേ. ആ ആകാശത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കരയെ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ ഈ കരയിലേക്ക് കടലിലൂടെ വന്ന ഇസ്ലാമിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ആകാശത്തെ നമ്മൾ മനസ്സിലാക്കുക? അത് ഒരേ സമയം നമ്മുടെ മുമ്പിലുള്ളൊരു സാധ്യതയാണ്. ആകാശത്തെ മനസ്സിലാക്കുക, സോഷ്യൽ സയൻസിലേക്ക് നിങ്ങൾ ആകാശത്തെ കൊണ്ടുവരിക. മനസ്സിലായില്ലേ? 7 ആകാശത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരിക. കാരണം നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ നടക്കുന്നത് എവിടുന്നാണ്? നമ്മൾ ഈ ബീയിങ്ങിനെ കുറിച്ചും ഈ നമ്മളെ എവരിഡേ ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് എവിടുന്നാണ് അല്ലേ? ആകാശത്തിൽ നിന്നാണ്. അപ്പോൾ ആ ആകാശത്തെ എങ്ങനെയാണ്? കാരണം ആ ആകാശത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എവരിഡേ നടത്തുന്നൊരു സാധനത്തെ മനസ്സിലാക്കാനേ പറ്റൂല.
അല്ലേ? അപ്പോൾ ആ ആകാശത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനെന്താ മാർഗമുള്ളത്? ആരാണ് നമുക്കത് പഠിപ്പിച്ചു തരിക? മാക്സ് വെബർ പഠിപ്പിച്ചു തരുമോ? ദർക്കയും പഠിപ്പിച്ചു തരുമോ? ഹൈഡഗർ പഠിപ്പിച്ചു തരുമോ? ദരിത പഠിപ്പിച്ചു തരുമോ? Or should we turn to Olavatur Hassani Ustad? ഒളവട്ടൂർ ഉസ്താദ് നല്ല അറിവുള്ള മനുഷ്യനാണ് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദ് നല്ല അറിവുള്ള ആളാണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ PhD ഡെസർട്ടേഷൻ ഡിഫെൻഡ് ചെയ്തത്. അപ്പോൾ അതിൽ ആ PhD-ൻ്റെ പിന്നെ എക്സാമിനേഷൻ റിപ്പോർട്ടിൽ എക്സാമിനേഴ്സ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ദർ ഇസ് ടു മച്ച് തിയോളജി ഇൻ മൈ ഡെസർട്ടേഷൻ എന്നാണ്. അപ്പോൾ വെൻ ദേ സീ ഇറ്റ് ആസ് എ പ്രോബ്ലം, മനസ്സിലായില്ലേ? പക്ഷേ നമ്മളൊരു മുസ്ലിമിൻ്റെ ജീവിതത്തെ, ഒരു മുസ്ലിമിൻ്റെ എവരിഡേ തിയോളജിയിലൂടെ അല്ലാതെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങൾക്ക് തിയോളജിക്കലായിട്ടുള്ളൊരു മുസ്ലിം, ഒരു നോൺ തിയോളജിക്കലായിട്ടുള്ള മുസ്ലിം, അങ്ങനെ ഉണ്ടോ? ആർ യു ഫോളോയിങ്? മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു തിയോളജിക്കലായി, ഹൗ വിൽ യു എക്സ്പ്ലെയിൻ? നമ്മളിവിടെ ഭൂരിഭാഗം കുട്ടികളും ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ പിന്നെ ഒരു ഇവിടെ പഠിച്ചൊരു ജനറേഷൻ ഓഫ് സ്കോളേഴ്സിന് അല്ലേ, ബുഖാരിയിൽ കഴിഞ്ഞ 30 വർഷമായില്ലേ, 30 വർഷമായിട്ട് ബുഖാരിയിൽ പഠിച്ച കുട്ടികളുടെ ജീവിതത്തെ, അവരുമായി ബന്ധപ്പെട്ട ജീവിതത്തെ, അങ്ങനെ വലിയൊരു സമൂഹത്തിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് ഇവിടെയുള്ള ഉസ്താദുമാരാണ് അല്ലേ, അവരുടെ ജീവിത ശൈലികളാണ്, അവരുടെ സമീപനങ്ങളാണ്. How will you explain Tannal Ustad to someone else other than you? മനസ്സിലായോ? കാരണം നിങ്ങളാരാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക? അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ അറിവ് പിന്നെ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ മനുഷ്യന്മാരുടെ, നമ്മളീ പറഞ്ഞ വളരെ സാത്വികരായ അല്ലെ, നമ്മൾ ജീവിക്കുന്ന കാലത്ത് വളരെ സാത്വികരായി ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ മനുഷ്യന്മാരുടെ അറിവാണ്. ആ അറിവ് വളരെ പയസാണ്, വളരെ വളരെ എന്താ പറയുക. ഇപ്പം ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതുകയാണ് എന്ന് കരുതുക. ഞാൻ ആ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് എന്തിനായിരിക്കും? കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാധ്യമ ഉപയോഗത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുകയാണ് ഞാൻ. ആ ആർട്ടിക്കിൾ ഞാൻ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കും. അപ്പോൾ അതിൽ അപേക്ഷയിൽ നിങ്ങൾ എഴുതിയ ലേഖനങ്ങളുടെ എണ്ണം എന്നൊരു കോളം ഉണ്ടാവും. എനിക്ക് ആ കോളം ഫില്ല് ചെയ്യണം അല്ലേ? ആ കോളം ഫില്ല് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ജോലി കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കാരണം എന്താ? ഞാൻ ഈ കോളം ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? അടുത്ത പ്രൊമോഷൻ കിട്ടണം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഇവിടെയുള്ള ഉസ്താദന്മാർ, നിങ്ങളുടെ ഉസ്താദന്മാർ, അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? പ്രൊമോഷൻ കിട്ടാനാണോ? അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ജോലിക്ക് വേണ്ടിയാണോ? അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാലറി വർധന ഇവിടെ ഉണ്ടാവുമോ? സുലൈമാൻ ഉസ്താദ് ഒരു ഹദീസ് എക്സ്പ്ലെയിൻ ചെയ്താൽ, വളരെ മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്താൽ,
സുലൈമാൻ ഉസ്താദിന് എന്താ സാലറിയിൽ വർധന ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അന്വേഷണങ്ങൾ എത്രമാത്രം എന്താണ്, വളരെ ഒരുപാട് താല്പര്യങ്ങളിൽ നിന്നാണ് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഈ സാധനം പറഞ്ഞു, എന്ത് നിങ്ങൾ അനുമാനജ്ഞാനികളാണോ അനുഭവജ്ഞാനിയായ റസൂലിനെ നിഷേധിക്കുന്നത്? അത് സത്യത്തിൽ പന്മൾ ഉസ്താദ് ഒരു പിന്നെ ആ ആയത്തിന് പറഞ്ഞൊരു അർത്ഥമാണ്. അപ്പം ഞാനത് പലപ്പോഴും പറയാറുള്ളത്, എൻ്റെ ഇങ്ങനെയുള്ളൊരു പൊതുവേദിയിൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജീനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിൽ പറയാൻ, ഫോർ ദാറ്റ് ഐ വിൽ ബി പെയ്ഡ് അല്ലേ. പന്മൾ ഉസ്താദ് എന്തിനായിരിക്കും അങ്ങനെ ഒരു അർത്ഥം അതിന് പറഞ്ഞിട്ടുണ്ടാവുക? അപ്പം ഞാൻ പറഞ്ഞത്, അവരുടെ അറിവിനോടുള്ള സമീപനവും അവർ കാര്യങ്ങളെ വിശദീകരിക്കാനുള്ള ഹേതുവും എത്രമാത്രം പയസാണ് അല്ലേ. ഭൗതികമായ ഒരു താല്പര്യവും ആ കാര്യത്തെ വിശദീകരിക്കുന്നതിൽ അവർക്കില്ല. കാരണം അവരെ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണ്, നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ മെച്ചപ്പെട്ടൊരു ജീവിതം കിട്ടണമെന്നുള്ള ഇത് മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇസ്ലാമിനെ അറിയാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇസ്ലാമിനെ അറിയുന്ന ആളുകളെ അറിയുക എന്നുള്ളതാണ്. ഇഫ് യു വാണ്ട് ടു നോ ഹൗ മുസ്ലിംസ് ബിഹേവ് ഇൻ മലബാർ, മനസ്സിലായി, എന്താണ് അവരുടെ, വാട്ട് ഈസ് ദെയർ എവറിഡേ ലൈഫ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിക പഠനങ്ങളുടെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം പണ്ഡിതന്മാരെ, അവരുടെ ജീവിതത്തെ, അവരുടെ പിന്നെ അവരറിയുന്ന രീതികളെ എങ്ങനെയാണ് അവരറിയുന്നത്. അപ്പോൾ ഓരോ ആളുകളും അറിയുന്നത് വ്യത്യസ്തമായിട്ടിരിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അറിയുന്നത് പോലെയാണോ, ഒരു സുന്നിയായിട്ടുള്ള ഒരാൾ അറിയുന്നത് പോലെയാണോ ഒരു മുജാഹിദുകാരനായിട്ടുള്ള ഒരാൾ അറിയുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്നത് ഒരു പ്രവാചകനിലാണോ? നമ്മളിപ്പോഴും ഇപ്പം ഞാൻ ഒരിക്കൽ ഖുറാ തങ്ങളുടെ ഒരു പ്രസംഗം കേൾക്കുകയാണ്. തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മരിച്ചിട്ടൊന്നുമില്ല, റസൂൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് മുറിയിൽ പോയി ഇരുന്നതാണ് എന്നൊക്കെയുള്ള തരത്തിൽ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? നമ്മളിപ്പോഴും ജീവിതത്തിൽ സഹായിക്കാൻ കഴിയുന്ന, അല്ലേ, നമ്മൾ റസൂലെ എന്ന് വിളിച്ചാൽ മറുപടി പറയാൻ കഴിയുന്ന, നമ്മൾ സലാത്ത് ചൊല്ലിയാൽ അത് കേൾക്കുന്ന ഒരു റസൂലാണ്, അല്ലേ. അപ്പോൾ ആ റസൂലിലാണോ കേരളത്തിലൊരു മുജാഹിദുകാരൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു ആൾ വിശ്വസിക്കുന്നത്? അപ്പം ഇത് രണ്ട് റസൂലാണ്, അല്ലേ. അപ്പോൾ നമ്മളെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഈ ചില സൂക്ഷ്മതകൾ പുലർത്തുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പം പറയാറില്ല ഇങ്ങനെ. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ എന്തുകൊണ്ട് നിങ്ങളൊരു മുജാഹിദുകാരൻ്റെ നിസ്കാരത്തിൽ തുടരരുത്? ബിക്കോസ് വി ബിലീവ് ഇൻ ടു പ്രൊഫറ്റ്, അല്ലേ. അങ്ങനെ വ്യത്യസ്തനായ, നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിലല്ല ഞാൻ വിശ്വസിക്കുന്നത് എങ്കിൽ പിന്നെ എങ്ങനെ അവിടെ ഒരു ഇമിറ്റേഷൻ്റെ ഒരു നിങ്ങൾക്ക് ഒരാളെ ഫോളോ ചെയ്യാൻ പറ്റുക, അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൺവിക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ഇസ്ലാമിനെ അറിഞ്ഞ ആളുകളെ അറിയാൻ ശ്രമിക്കുകയാണ്. നിങ്ങളെ ഉസ്താദുമാരെ, ഞാൻ എൻ്റെ ഉസ്താദിനെ, എനിക്കറിയാവുന്ന ഉസ്താദുമാരെ, അങ്ങനെ അവരെ ഇങ്ങനെ നമ്മൾ സഫിഷ്യൻ്റ്, ഇങ്ങനെ എന്താ പറയുക, വളരെ ക്ലോസ് ആയിട്ട്, വളരെ ഡീറ്റെയിൽഡായിട്ട് അവരുടെ ജീവിതത്തെയും ജീവിത ചുറ്റുപാടുകളെയും ഒക്കെ അറിഞ്ഞു തുടങ്ങാൻ കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് ക്യാൻ ബ്രിങ് റെവല്യൂഷൻ ഇൻ സോഷ്യൽ സയൻസ്. അസ്സലാമു അലൈക്കും.